ഫ്രൈഡ് ചിക്കൻ മന്തി. ഇതേ ഒരു 1.5 കിലോ കോഴി എടുത്തു. ഈ കോഴിമുട്ട കേടുള്ളതാണെങ്കിൽ ഈ ഇട്ടതൊക്കെ കൊളയില്ലേ. ഇനി നമ്മള് നീളം ബസ്മതി അരിയാണ് എടുക്കുന്നത്. വില പറയാണ്ടിരുന്നപ്പോ എല്ലാരും പറഞ്ഞു വില പറയണം. ഇതായി ഇപ്പൊ ഈ ചിക്കനിലേക്ക് ഇരുന്നു കേട്ടാ. നമ്മൾ ഈ ചിക്കൻ ഇതിന്റെ മുകളിൽ ഇരുന്നു കേട്ടാ. പാടാ പിള്ളേരുകളെ വരീനടാ. ഒരു ചാക്ക് സിമെന്റിന് വെറും തുച്ഛമായ 150 രൂപ മാത്രം. പശുക്കൾ ഇപ്പൊ ഇങ്ങനെ കിടക്കാന്ന് വിചാരിക്കുക. അല്ല ഞാൻ ഒരടി ചെയ്യുന്ന 10 ദിവസം കുടിച്ചാരെ പൂല മേത്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹേഷും ശിവിയും വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അത് അവസാനം മിനുക്ക് പണിയിലേക്കാണ് നമ്മളത്. ഇവര് ഈ സൈഡ് ഇങ്ങനെ ആ വെള്ള കളറില്ലേ അതൊക്കെ അടിച്ച് തവിട് പൊടിയാക്കി. പിന്നെ ശിവിയാണെങ്കിൽ ഈ സൈഡിൽ മുഴുവൻ വരയ്ക്കാണ്. ഇത് വരച്ച് ഫിനിഷിങ് ആക്കണം കേട്ടാ. കുട്ടിയിട്ടത് വരയ്ക്കാണ്. ഭംഗി കുറവ് നല്ല ഫിനിഷിങ് ആയി. പിന്നെ മഹേഷ് ഇവിടെ പെയിന്റ് അടിച്ചിട്ട് ഇനി എന്തൊരു ചെയ്യാൻ പോണത്? വേണ്ട ഉണങ്ങി കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വരയ്ക്കാനുള്ളതാ. വൈറ്റ് കൊണ്ട് വരയ്ക്കണം. അപ്പൊ അതാണ് ലാസ്റ്റത്തെ പണി. പിന്നെ ഇവർക്ക് കുടിക്കാനായിട്ട് ഞാൻ തണുത്ത വെള്ളം കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ ചോറ് കൊണ്ടുവന്നല്ലേ? അയ്യേ നിങ്ങൾ ചോറ് എന്തിനാ കൊണ്ടുവന്നേ? ഇന്ന് മറ്റേ സരിത മറ്റേ ഇതില് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നത് ചിക്കൻ, ഒരു ഫ്രൈഡ് ചിക്കൻ മന്തി. അയ്യോ ഞാൻ നിങ്ങൾ ഇന്ന് അവസാന ദിവസമല്ല നിങ്ങൾ പോണല്ലോ, അപ്പൊ അതുണ്ടാക്കാൻ പോവാണ്. നിങ്ങൾ ഇന്നലെ ഇങ്ങനെ പറഞ്ഞില്ല ചിക്കൻ കഴിക്കില്ലെന്ന് എന്തൊക്കെ പറഞ്ഞിട്ടില്ല. ശരി, അപ്പൊ നമുക്ക് മന്തി ഉണ്ടാക്കാം. പിന്നെ മന്തി ഫ്രൈഡ് ചിക്കൻ മന്തിന് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് എനിക്കറിയില്ല ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ ഇന്ന് സ്പെഷ്യൽ മന്തിയില്ലേ? അപ്പൊ നിങ്ങൾ പണിയില് ചെയ്യും. ഞങ്ങള് അപ്പുറത്തേക്ക് ഫ്രണ്ടിൽ നിന്നിട്ട് ആക്കണത്. ഇന്നലെ ഇവിടെ ഇരുന്നിട്ടല്ല നമ്മൾ ആക്കിയത് പാചകം. ഫ്രണ്ടിൽ നിന്നിട്ട് പോണത്. ഇവിടെ ഇത്തിരി വെയിലുണ്ട്. ഇത് ഇത്തിരി പണി കൂടുതലുള്ള പണിയാ. അപ്പൊ ഇവ ചൂട് ശരി പോട്ടാ. നമ്മള് ചിക്കൻ മന്തിൻ്റെ ആക്കാനായിട്ട് അപ്പുറത്തൊക്കെ സാധനങ്ങൾ സെറ്റാക്കി. ഇത് മഹേഷ് അപ്പോൾ ഇവിടെ ഇത് വരച്ചു തുടങ്ങിയട്ടോ. നോക്കിയേ, കലാകാരനാണ്, വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അവനാൻ പണിയുടെ ഇടയിൽ ചായ കുടിക്കുന്ന ഇടയിൽ ഫോൺ വിളിക്കുക. അപ്പോൾ ഒരു പെയിൻ്റ് അടി തുടങ്ങട്ടെ. ഉച്ചയ്ക്ക് പണി നിർത്തുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. പാവം പിള്ളേർ ചോറ് കൊണ്ടുവന്നിട്ട് അത് ഉണ്ണാൻ പറ്റാണ്ട് കൊണ്ടുവന്നുണ്ട്. ആരെ ഞാൻ ചോദിച്ചല്ല, ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞ് സംസാരിച്ചു അതിനെ കുറിച്ചിട്ട്. ഇവരെ ഇന്നലെ ഇവിടുത്തെ പണി കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഇവരെ തൃശ്ശൂർ രാമദാസിന്റെ അവിടെ വീണ്ടും വൈകുന്നേരം വരെ പണം തോന്നുന്നു. ഇന്നും ഇത് പോണെന്നവർക്ക് വേറെ സ്ഥലത്തേക്ക്. അപ്പൊ പോണ വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടേ ചേട്ടാ ഇവിടെ നിന്ന് പോണ വഴിക്ക് കഴിക്കാൻ കൊണ്ടുവന്നിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞേ. ചോറ് കൊണ്ടുവന്നുണ്ട്. എന്തേലും ആവട്ടെ. അപ്പൊ നമ്മള് എന്തൊരു മന്തി എന്ന് പറയുന്നത്? ഫ്രൈഡ് ചിക്കൻ മന്തി ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ കോഴി ഇതേ ഒരു 1.5 കിലോ കോഴി എടുത്തിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഒരു മീഡിയം കഷ്ണങ്ങൾ. അതിനെ നമ്മൾ പരട്ടി വയ്ക്കണം. കുറേ സാധനങ്ങൾ ചേർത്തിട്ടാണ് പരട്ടി വയ്ക്കാൻ പോണത്. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ പാത്രത്തിലേക്ക് ആദ്യം ചിക്കൻ ഇടുക കേട്ടോ. ചിക്കൻ ഇടുന്നു. ഇൻസ്റ്റയില് ഒരു റീല് കണ്ടതാട്ടാ. ശരിക്കും ഫ്രൈഡ് ചിക്കൻ മന്തി എന്ന് പറയുന്ന ഒരു സാധനം എവിടെയെങ്കിലും കിട്ടുമോന്നൊന്നും നമുക്ക് അറിയില്ല. അത് ഉണ്ടാക്കണ രീതിയൊക്കെ കണ്ടപ്പോ ടേസ്റ്റ് ഉണ്ടാവും തോന്നി. കിട്ടോ ഈ കുറേ സാധനങ്ങൾ ചേർക്കണം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടി ഇടുന്നു കേട്ടോ, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മുളക് പൊടിയാണ് ഇടുന്നത്. 1.5 ടീസ്പൂൺ. പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ കേട്ടോ. കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ. ഇനി ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. ഇനി ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. ഇത് പെരിഞ്ജീരകപ്പൊടിയാണ്. ഇത് ഒരു 3/4 ടീസ്പൂൺ. പിന്നെ ഇത് തൈരാണ് 2 ടേബിൾ സ്പൂൺ. കോൺഫ്ലവറാണ് ഇത് 2 ടേബിൾ സ്പൂൺ.
ഈ കോഴിമുട്ടയാണ് കേട്ടോ 1 ടീസ്പൂൺ അല്ല 1 ടീസ്പൂൺ അല്ല 1 കോഴിമുട്ട. ഈ കോഴിമുട്ട കോഴിമുട്ട ഭയങ്കര അപകടകാരിയാണ്. ഏറ്റവും വലിയ അബദ്ധം പറ്റി തന്നിട്ടറിയോ, ഈ കോഴിമുട്ട കേടുള്ളതാണെങ്കിൽ ഈ ഇട്ടതൊക്കെ കൊളയില്ലേ. അപ്പൊ എന്താ ചെയ്യാ, കോഴിമുട്ട വേറെ ആരാണ്ട് പറഞ്ഞു ഒരു ബൗളിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം ഇതിരിക്കും ആക്കണമെങ്കിൽ. നേരിട്ടിട്ട് കോഴിമുട്ട പൊട്ടി അപ്പൊ നമ്മള് എന്തോ ഭാഗ്യത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. എല്ലാം മിക്സ് ചെയ്യണം കേട്ടാ. മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ നേരം മാറ്റി വയ്ക്കണം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല അല്ലേ? ഈ ബൗളിലേക്ക് മാറ്റാം. ഈ പാത്രം ആവശ്യമുണ്ട്. ഈ പാത്രത്തിലല്ലേ എല്ലാതും ചെയ്യാൻ പോണേ. അപ്പൊ ഇത് നമുക്ക് 1/2 മണിക്കൂർ നേരം ഇങ്ങനെ ഇരിക്കില്ല കേട്ടാ. നല്ല മിക്സ് ആയിട്ട് അടിപൊളി മിക്സ് ആയിട്ട്. ഇനി നമ്മൾ നീളം ബസുമതി അരിയാണ് എടുക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കുമ്പോൾ സാധാരണ വില പറയാറുണ്ട്. അപ്പോൾ അതിൽ വില പറഞ്ഞില്ല. വില പറയാണ്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു വില പറയണം എന്ന് പറഞ്ഞു. ഇല്ലേ, പറഞ്ഞില്ലേ? കമൻറ്റുകളുണ്ട് വില പറയണം. അപ്പോൾ ഈ അരി ഇടുന്ന നീളനരിയാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോന് 299 രൂപയാണ്. ഭയങ്കര വിലയായി സാധനത്തിന്. അപ്പോൾ ഇന്ത്യ ഗേറ്റിൽ ഹെറിറ്റേജ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് അവർക്കൊരു പരസ്യം തേങ്ങ അതെന്തെങ്കിലും ആവട്ടെ. ഇത് സാധനം നാശമായി. മന്തി ടേസ്റ്റ് ഇല്ലെങ്കിലും ആ സാധനം ചിക്കനും തേങ്ങയുമായൊന്നും ടേസ്റ്റ് ഇല്ലെങ്കിലും ഈ ചോറ് വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് വില കൂടിയ അരി കൊണ്ട് ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ഗുണങ്ങളാണ് കേട്ടോ. അതിന് നമുക്ക് ചോറ് വെറുതെ കഴിക്കാം. അപ്പോൾ നമുക്കത് മുറിക്കല്ല ഒരു 3 കപ്പ് അരി എടുക്കാം കേട്ടോ. ഈ അരി തനി വെള്ള കളറില്ല കേട്ടോ. എനിക്ക് അത് മുറിച്ച് കളയും. ഒത്തിരി കൂടി മുറിക്കേണ്ടതായിരുന്നു. 3 കപ്പ് കറക്റ്റ് എടുത്താൽ മതിയില്ല സരിത? അതെ, 1 കറക്റ്റ് വെള്ളം വറ്റിച്ചെടുക്കുക ചെയ്യണം കേട്ടാ. അപ്പോൾ കറക്റ്റ് അളവ് കറക്റ്റ് ആയിരിക്കണം. 2 ഇതിൽ കറക്റ്റ് 4 കപ്പാണ് ഉണ്ടാവുക 1 കിലോനില്. കറക്റ്റ് 1 കപ്പിന് കറക്റ്റ് ഏതായിരിക്കും. അല്ല അതിലും കൂടുതലുണ്ടാവില്ല. 3 കപ്പ് അരി എടുത്തത് കഴുകാം. ഇത് കഴുകിയിട്ടേ ഒരു 10-20 മിനിറ്റ് നേരം നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കണം. വില കൂടുന്നതോറും അരിയുടെ കളറ് വ്യത്യാസം വരുന്നത് സരിത. ഒരു പപ്പട കളറായിട്ടേ. അതാരോ കമന്റ് ഇട്ടുണ്ടായിരുന്നല്ലോ കാരണം. അതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നല്ല അരി മാറാന്ന്. ഒരു 20 മിനിറ്റ് നേരം എടുത്ത് വയ്ക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും സവാളയും വറുത്ത് പോരണം. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു പാത്രം. ഇതൊക്കെ ബിരിയാണിയുടെ പ്രൊസീജിയറുകളല്ല, ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള. എനിക്ക് ബിരിയാണിയുടെ പോലെ തോന്നുന്നത്. ആദ്യം വറുത്ത് പോയിട്ട് നമ്മളോട് വെടിക്കെട്ടിനെ കുറിച്ച് നമ്മളവിടെ ഉണ്ടായ സംഭവത്തെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് കമൻറ്റിൽ ഇന്നത്തെ വീഡിയോയിൽ. അതായത് വറുത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച്. നമ്മുടെ പാത്രം ചൂടാകുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇതൊക്കെ വറുത്ത് പോരുന്നത് കേട്ടോ. ഈ ഓയിൽ തന്നെ ചിക്കൻ വറക്കണ്ട പറ്റി. അപ്പം ഇത്തിരി കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ബിരിയാണി പോലെ തന്നെ അല്ലേ? അവസാനം ബിരിയാണി ആവും. പേര് ഫ്രൈഡ് ചിക്കൻ മന്തി. ഓയിൽ ചൂടായി തുടങ്ങി. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ്. ചൂടായിട്ടില്ലേ? തീ കത്തുണ്ട്. കാറ്റത് കേട്ടാ. ഇല്ലേ, ചൂടായിട്ടുണ്ട്. ചൂടായിട്ടില്ലേ? കളറിൽ നോക്കി ഇട്ട ഒഴിക്കുന്ന കളർ ഇത്തിരി മാറിയത്. പൊട്ടുകളുണ്ടല്ലോ റീല്. അത് നമ്മൾ പൊട്ടിച്ചതല്ലേ? നല്ല മുഴുത്ത അണ്ടിപ്പരിപ്പ്. ഇതൊക്കെ ഏറ്റവും മുഴുത്ത അണ്ടിപ്പരിപ്പിന് എത്രയും 320 പറയാ. നമ്പറുകളുണ്ട് അണ്ടിപ്പരിപ്പുകൾക്ക്. അണ്ടിപ്പരിപ്പ് അന്ന് നടുപൊളിച്ചതാണ് സരിത. കണ്ടില്ലേ എന്തോരം പൊട്ടും പൊടികളാ. നടുപൊട്ടിക്കണം, അല്ലാണ്ട് അങ്ങനെ തന്നെ അത് ഇടാൻ പറ്റില്ലല്ലോ. ഇങ്ങനത്തെ ഇടാൻ വേണ്ടിയിട്ട് വേറെ പൊട്ടുകൾ വാങ്ങിക്കുക ചെയ്യുക വില കുറവിൻ്റെ. നമുക്കേ ഈ അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കുന്നതിലേക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ പിന്നെ വേറെ സെപ്പറേറ്റ് വാങ്ങിച്ചില്ല. അതുകൊണ്ടാണ് സരിതര കാലത്തുള്ള ജ്യൂസ് അടി ഉണ്ടല്ലോ അരിക്കായിട്ടുള്ളതാണ്. ഓയിൽ മൂത്ത് വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പം സമ്മതിച്ചുല്ലോ. ഇപ്പം ശരി. അതായത് നമുക്ക് അണ്ടിപ്പരിപ്പ് നോക്കിയിട്ട് കളർ മാറ്റം വന്നില്ലേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് തന്നെ ആക്കാം. അതാണ് ഇപ്പോൾ പണി. ദാവണോടുകൂടി കോരാം നമുക്ക്. കോരിയെടുക്കണോ? വറുത്തെടുത്തു.
ഇതിലേക്ക് സബോള കേട്ടോ, ഒരു ഇങ്ങനെ ഇടാം 2-3 സബോള കനം കുറച്ചരിഞ്ഞത് ഇടുന്നു. ഇതൊക്കെ സാധാരണ വറുത്ത് കോരുന്ന പരിപാടി തന്നെ. സാധാരണ മന്തിയിൽ ഈ വക പരിപാടി ഒന്നും ഇല്ലല്ലോ. നമ്മളൊരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഉണ്ടാക്കിയത് സൂപ്പർ സാധനമായിരുന്നു. എല്ലാതും ഒറ്റ ട്രിപ്പിലിട്ട് ഒറ്റ ട്രിപ്പിലിട്ട് അത് ചുരുങ്ങും. തീ കൂട്ടിക്കോട്ടാ, തീ കൂട്ടി കാറ്റുണ്ടീ. നമ്മുടെ ആവാനായിട്ട് കുറച്ച് സമയം പിടിക്കിട്ടാ. സബോള ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മളവിടെ ഈ ഇപ്പോൾ തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം നടന്നില്ലേ, അത് ഇവിടുന്ന് ആളുകൾക്ക് നമ്മുടെ ആളുകൾ വിജയിക്കുന്നത് നമ്മുടെ തൊട്ടടുത്താണ് വിജയിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തല്ല, ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് 10-14-15 കിലോമീറ്ററോളം ഉണ്ട് അങ്ങോട്ട് മുണ്ടത്തിക്കോടുക്ക്. തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് 6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു 10-18-20 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് നമ്മുടെ അടുത്തേക്ക്. ഭയങ്കര എന്നാലും ദുരന്തം, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇതിൻ്റെ കാര്യങ്ങൾ. നമ്മൾക്ക് ഈ വെടിക്കെട്ടിനെ പറ്റിയിട്ട് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1978-76 തോണ്ട് ഒരു വെടിക്കെട്ട് ദുരന്തം ഉണ്ടായിട്ടുള്ളത്. തിരുവമ്പാടിയിലെ ഈ CMS സ്കൂളിൻ്റെ അവിടേക്ക് ഈ കുറ്റികൾ ചെരിഞ്ഞിട്ട് കാണാവുന്ന ആളുകൾ മരിച്ചു പോയിട്ടുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ. അത് നമ്മൾ വെടിക്കെട്ട് നമ്മൾ വീട്ടിൽ ഇരുന്നിട്ടാണ് നമ്മൾ കാണാം. ഇവിടെ വീട്ടിൽ ഇരുന്ന് കാണുമ്പോൾ ഇവിടെ ആകെ ഈ വീടിന് മുന്നിൽ വലിയ പാടാണ് തറവാടിൻ്റെ. അപ്പോൾ ആ പാടത്ത് ഈ കൂട്ടപ്പൊരിച്ചിൽ വരുമ്പോൾ ആ പാടത്ത് ഒരു സൂചി നിലത്ത് വീണ്ടെങ്കിൽ പ്രകാശത്തും കൊണ്ടേ കാണാമെന്ന് സരിത അത്രയ്ക്ക് പിന്നെ അത്രക്ക് ഭയങ്കര വെടിക്കെട്ടലായിരുന്നു പണ്ട് കാലത്ത് 76-ലൊക്കെ. നമ്മൾ ഇവിടെ നിന്നിട്ട് വെടിക്കെട്ട് കാണുമ്പോൾ നമുക്ക് ആ കൂട്ടപ്പൊരിച്ചിലൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മൾ കിടുങ്ങും വീടൊക്കെ. അത്രയ്ക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പിന്നെ വെടിക്കെട്ടിനെ പറ്റിയിട്ട് കൂടുതൽ പരിചയമാവണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നാരായണേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പണിക്ക് വരും. ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഈ ഇതാണ് കൽപ്പണിക്കാരനാണ്. വീട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. വീടുകൾ പണിയുന്ന കല്ലാശ്ശേരി എന്ന് പറയില്ല, കല്ലാശ്ശേരി കല്ല് പണിയുന്ന ആള് കല്ലാശ്ശേരി എന്ന് പറയും. തറയും വീടൊക്കെ ചുമരൊക്കെ കെട്ടി സാധാരണ പോലെ വീട് പണിയുന്നത്. പണ്ടത്തെ ഓട് വീടുകളാണ് പണിയുന്നത്, അല്ലാണ്ട് ടെറസ് കോൺക്രീറ്റ് ഇല്ല. അപ്പോൾ ആള് ഇങ്ങോട്ട് ആളെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡാണ്. അതായത് 2-3 പെണ്ണുങ്ങൾ കയ്യാളായിട്ട് നിൽക്കണം ആൾക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കാനായിട്ട്, അത്ര സ്പീഡിലാണ് പണി. അപ്പോൾ ആള് നമ്മുടെ വീട് പണ്ടൊരു തള്ളപ്പരയായിരുന്നു. അതിനെ പിന്നെ ഇങ്ങനെ നീട്ടി വികസിപ്പിച്ച് അയ്യപ്പട്ടിയേശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നിട്ട് കണക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ സൗകര്യം കൂടുതൽ വേണമല്ലോ, ആണുങ്ങൾ ആ വീട്ടിലെ അംഗസംഖ്യ കണ്ടമാനല്ലോ. അപ്പോൾ ആളൊരു പ്ലാൻ വരച്ചു കൊടുത്തപ്പോൾ ആ വീടിനെ പൊളിച്ച് തള്ളപ്പരനെ പൊളിച്ചില്ല, അതിന് ചുറ്റുവട്ടമൊക്കെ ഒന്ന് വലിപ്പം കൂട്ടി പണിത് തുടങ്ങി. അപ്പോൾ നാരായണേട്ടനാണ് വന്ന് പണിയുന്നത്. അപ്പോൾ ഈ നാരായണേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി തുടങ്ങിയിട്ട് പിന്നെ ആൾക്ക് ഈ വെടിക്കെട്ടിൻ്റെ സീസൺ വരില്ലേ, വെടിക്കെട്ടിൻ്റെ സീസൺ വന്നു കഴിഞ്ഞാൽ ആൾ കാണില്ലേ, ആൾ പണിക്ക് വരില്ല, ആൾ വെടിക്കെട്ട് പോയി പണിക്ക് പോവും. കാശ് അത് ഭ്രാന്താണ് ആൾക്ക്. ആള് പിന്നെ ഈ 10-85 അച്ഛൻ്റെയൊക്കെ അടുത്ത് പ്രായമായിട്ടുണ്ടാവട്ടാ, എവിടെയാന്ന് നമുക്കറിയുന്നില്ല. അപ്പം ആള് വെടിക്കെട്ട് പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീടിൻ്റെ പണിയിലും എല്ലാ പണിയിലും നിൽക്കും. അപ്പോൾ ആൾ വെടിക്കെട്ടിനെ പറ്റി ഭയങ്കരമായിട്ട് പറയും. തൃശ്ശൂർ പൂരത്തിൻ്റെ ഓലപ്പടക്കം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എല്ലാ വെടിക്കെട്ടും നെന്മാറ ഈ കാവശ്ശേരി എല്ലാ സ്ഥലത്തേക്കും പോവും, അന്തിമാളങ്കാവ് ഒക്കെ സ്ഥലത്തേക്കും പോവും. പിന്നെ ഈ പറക്കോട്ടുകാവ് അവിടത്തൊക്കെ വെടിക്കെട്ടിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പറയുക. അപ്പം വെടിക്കെട്ടിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഉള്ള കാര്യമില്ല. ഞാൻ പറയുന്നത് ആളുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ് ഞാൻ പറയാൻ പോണത്. അതായത് നമ്മൾ അന്നത്തെ കാലത്ത് തൊഴുത്ത് എല്ലാ വീട്ടിലും പശുക്കൾ, ഒരുവിധം വീടുകളിലൊക്കെ പശുക്കളുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു തൊഴുത്തുള്ളത്, നല്ല തൊഴുത്ത് നമ്മുടെ ക്ലാസ് തൊഴുത്തുകളില്ലേ, ഈ വലിയ തറവാട് വീടിൻ്റെ മുന്നിൽ നല്ല ഭംഗിയുള്ള തൊഴുത്ത്, മറ്റേ ഈ വാത്സല്യത്തിലത്തെ പോലെയൊക്കെയുള്ള തൊഴുത്തുകളുണ്ടല്ലേ, ആ തൊഴുത്തുകളിൽ പോലുള്ള തൊഴുത്തുള്ളത് ഇവിടെ നമ്മുടെ കൊല്ലാമ്പൻ്റെ വീട്ടിലാണുള്ളത്. പിന്നെയുള്ള എല്ലാ വീടുകളിലും പശുക്കളുണ്ട്. ഇവിടെ തൊഴുത്ത് എന്ന് പറഞ്ഞാൽ ഈ വീടിനോട് ചേർന്നിട്ട് ഒരു ഓല വെച്ച് ഇങ്ങനെ ചോർന്നൊലിക്കുന്ന സാധനം ഇങ്ങനെ മുളയൊക്കെ വെച്ച് കെട്ടി അതിന് മുകളിൽ കുറച്ച് ഓലയ്ക്ക് ഇട്ടിട്ട് ഈ പശുക്കളും എരുമകളൊക്കെ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഈ മരത്തിൻ്റെ തോലില്ലേ, തോല് അത് കമത്തിയിട്ടിട്ട് അതുമ്മലാണ് കുട്ടികൾ ചവിട്ടിയൊക്കെ കല്ലും തേങ്ങയും കട്ടയും മാങ്ങിയിട്ട് ഒരു വൃത്തികെട്ട തൊഴുത്തായിരിക്കും. അല്ലെങ്കിൽ അതിൽ നിന്ന് പാല് കറന്നിട്ട് കൊണ്ടുപോകണ ആ പാല്
ഇടയ്ക്ക് ഈ പശുക്കളൊക്കെ ഇങ്ങനെ ഈ ചെളിയിൽ ചവിട്ടിട്ടെല്ലാം നിൽക്കുക. ഈ കറക്കുമ്പോൾ ഇടയ്ക്ക് ഇവര് ആഞ്ഞ് ഈ ഈച്ചനെ കാണുമ്പോൾ ഒറ്റ ചവിട്ടും. അപ്പോൾ ഈ ചെളിയിലാവും ചവിട്ടാം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പാലിലേക്കൊക്കെ തെറിക്കും. അപ്പോൾ അങ്ങനത്തെ തൊഴുത്തുകളായിരുന്നു ഭൂരിഭാഗം മുഴുവൻ. അപ്പോൾ നാരായണേട്ടൻ വന്നപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും ഒരു തൊഴുത്ത് പണിയാൻ തീരുമാനിച്ചു. തൊഴുത്ത് നല്ല ഭംഗിയുള്ള വാത്സല്യത്തിലത്തെ പോലത്തെ ഒരു തൊഴുത്ത് അയ്യപ്പട്ടിയേശ്ശേരി പ്ലാനൊക്കെ വരച്ച് ആൾ നല്ല കണക്കും കാര്യങ്ങളുള്ള ആളൊക്കെ. അപ്പോൾ നല്ല പ്ലാൻ വരച്ച് ആ തൊഴുത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മളവിടെ അവിടെ തൊഴുത്ത് കണ്ടില്ലേ, അവർ പണിക്കാർ കുളിക്കുന്ന കുളിമുറിയേക്ക് എനിക്ക് അലക്കുകലനല്ല അലക്കാനും കഴുകാനൊക്കെ ഇല്ല. അപ്പോൾ തൊഴുത്ത് നല്ല ഭംഗിയിൽ ഈ പശുക്കൾക്കൊക്കെ നിൽക്കാനായിട്ട് മറ്റേ ഇതൊക്കെ ഇല്ലേ തണ്ടും ഇതൊക്കെ ആയിട്ട് പുല്ലൂട്ടിൽ നിന്ന് പുല്ല് തിന്നാനൊക്കെ ആയിട്ടുള്ള ഒരു നല്ല തൊഴുത്ത്. അപ്പോൾ തൊഴുത്ത് പണിയുമ്പോൾ അടിയിൽ കോൺക്രീറ്റ് ചെയ്യില്ലോ. അന്ന് സിമെൻറ്റും ഒക്കെ മറ്റേ സിമെൻറ്റ് ഒരു അപൂർവമായ വസ്തുവാണല്ലോ. ഒരു ചാക്ക് സിമെൻറ്റിന് വെറും തുച്ഛമായ 150 രൂപ മാത്രം. ഏത് നമ്മുടെ കുതിരാട്ടം പപ്പു കണക്ക് അവതരിപ്പിക്കില്ല. ഏത് സിനിമയിലത് മഴ പെയ്യുന്ന മാത്രം കൂടുതല് മെറ്റീരിയൽസ്. അതുപോലെ പറഞ്ഞ ആ സമയത്ത് സിമെന്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്നത് വലിയ സംഭവമാണ്. സിമെന്റിന് വില ഉണ്ടായിരിക്കും. അപ്പൊ എന്താ അതിലത്തെ മെയിൻ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാരായണേട്ടൻ എന്ന് പറഞ്ഞ ആൾക്ക് നമ്മളാളെ വിമർശിക്കലട്ടാ. ആളോട് ഒരു കാര്യം അങ്ങോട്ട് പറയാൻ പാടില്ല, ആളൊക്കെ ചെയ്യും. അതായത് ഒരു വീട് നമ്മൾ പണിയാണെങ്കിൽ ആ പ്ലാൻ വരച്ചു കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അതുമേ ഒരു വാക്ക് പോലും ഒരു കല്ല് വെക്കുക ഇതെങ്ങനെ വെക്ക് നാരായണ എന്ന് പറയാൻ വരെ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അലമ്പായിട്ട് ഒരു പോക്ക് പോകും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരാളാണ്. അപ്പോൾ തൊഴുത്ത് പണിയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി തൊഴുത്തിന് ഒരു കാര്യം, തൊഴുത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, പശുക്കൾ ഇപ്പം ഇങ്ങനെ കിടക്കാന്ന് വിചാരിക്കുക. അല്ല ഞാൻ കാണിക്കണേ, പശുവിനെ കിടക്കാന്ന് വിചാരിക്കുക വെറുതെ. ഇവിടെയാണ് ഈ പുല്ലൂട്. അപ്പോൾ ഈ ബാക്ക് സൈഡില്ലേ, ഈ ബാക്ക് സൈഡിൽ ഒരു ചെറിയ ചാലുണ്ടാവണം, ഒരു തോട് പോലെ ഒരു ചെറിയൊരു ചാല്. അത് പിന്നെ ഇങ്ങനെ സ്ലോപ്പായിരിക്കണം, കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് സ്ലോപ്പായി ചാലിലേക്ക്. കാരണം ഈ മൂത്രം ഇതൊക്കെ ഒഴിക്കേണ്ടത് തൊഴുത്ത് കഴുകുമ്പോൾ ഈ വെള്ളം ഈ ചാലിയോടെ ഇങ്ങനെ പോയിട്ട് ആ പുറത്തൊരു കുഴി ഉണ്ടാവും, കണ്ടിട്ടില്ലേ സരിത, ആ കുഴിയിലേക്ക് പോകണം. അപ്പം നമ്മൾ പറഞ്ഞു ഈ നമ്മൾ അവിടെയൊക്കെ ഇവിടെ കൊല്ലാമ്പൻ്റെ അവിടെയൊക്കെ തൊഴുത്ത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സ്ലോപ്പിൽ ഇങ്ങനെ സ്ലോപ്പാക്കാൻ പറഞ്ഞു, സ്ലോപ്പാക്കിയിട്ട് ഇവിടെ ചാലിടാൻ പറഞ്ഞു. ആൾക്കത് ഇഷ്ടപ്പെട്ടില്ലേ. ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെ തൊഴുത്ത് പണി കഴിഞ്ഞൊക്കെ ആള് പോയി. അത് അവിടെ ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കുന്നു. കയ്യിൽ നിന്ന് കേട്ടോ, ഞാൻ നിലത്ത് കെടുന്നതാ. ആ പശു പുല്ലൂട് ഒരു സൈഡില് തൊഴുത്തിന്റെ ആ പുല്ലൂടിന്റെ അവിടെ നിന്ന് ആ ബാഗിലേക്ക് ചെരിവ് വേണം, അതിനാണ് ഈ കെടുന്നൊക്കെ കാണിക്കണു ചേട്ടൻ. ഒരു മിനിറ്റ് എടുക്കട്ടെ, എന്റെ ഒഴുക്ക് പോയി. അതിനി ഇരുന്ന് മൊരി ചിക്കെടുത്തോണം. ഇതിനി ഇതിലിരുന്നിട്ട് മൊരിയിട്ടാ. മഴ വരണ പോലെ അല്ലേ? മഴ ലക്ഷണുണ്ട്. ഓ കാറ്റ്, ഭയങ്കര കാറ്റ്. മഴ വരണ്ട. അയ്യോ മഴ വരണ്ട്. മഴ പെയ്തോട്ടെ, ചൂടിനൊരു കുറവ് കിട്ടട്ടെ. ഇനി നമുക്ക് ഈ ഓയിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ കുറേ സമയം മുന്നേ എടുത്ത് വെച്ചിട്ടില്ല, അത് നമുക്ക് വയ്ക്കുക. തീക്ക് ചൂടില്ലേ സാർ? ഡീപ്പ് ഫ്രൈ അല്ലല്ല സാർ? ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ഇത് 2 വട്ടമായിട്ട് വറക്കേണ്ടി വരും തോന്നുന്നു. ഇതിപ്പോൾ ബിരിയാണിയുടെ ഘടനയില്ലോ അല്ലേ? ഞാനത് തന്നെ ആലോചിക്കുന്നു. ബിരിയാണി പല ആളുകളും ഇൻഗ്രീഡിയൻസിലൊക്കെ ഒരു മാറ്റം ഉണ്ടെന്നുള്ളൂ. ആ മുദ്ര ശ്രദ്ധിച്ചാൽ മതി. മുദ്ര കറക്റ്റ് 2 വട്ടമായിട്ട് വറക്കാൻ പറ്റും. 2 വട്ടം പിടിക്കും കറക്റ്റ് ആട്ടാ. അങ്ങനെ ആള് തൊഴുത്ത് പണിത് പോയി കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ചവിട്ടാനൊന്നും പാടില്ല. 2 ദിവസം ഈ ചവിട്ടാനൊന്നും പാടില്ല, അതിൽ വെള്ളം ഒഴിച്ചിടണം. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പശുവിനെ മെറ്റലൊക്കെ അവിടെ നിന്നൊക്കെ പറക്കി കൊണ്ടിട്ടുണ്ട്. അന്ന് പണിതിട്ടില്ല കേട്ടാ. മെറ്റലൊന്നും അങ്ങനെ കിട്ടില്ലല്ലോ, വളരെ അപൂർവം. മെറ്റലും വളരെ അപൂർവമായ വസ്തുവാണ്. എന്നിട്ട് പശുവിനെ ആദ്യമായിട്ട് നമ്മുടെ പശുവിനെ അരിക്കട്ട് കയറ്റി പശുവിൽ കിടന്നു. നമ്മൾ കിടക്കുന്നതൊക്കെ നമ്മൾ പശുവിനെയൊക്കെ നമ്മൾ ആ പശുവൊക്കെ കിടക്കുന്നതൊക്കെ നോക്കി ആനന്ദ നിർവൃതി കൊണ്ട്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പശുക്കൾ എത്ര ഗതികേടിലാണ് കിടന്നുകൊടുന്നതെന്നുള്ളത് നമ്മുടെ തൊഴുത്ത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക.
അത്രയ്ക്കും ഒരു അഭിമാന പുളകിതരായിന്ന്. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം പശു കിടന്നു. പശു ഒന്നല്ലട്ടെ 3 പശുവിലുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം കാലത്ത് കറക്കാൻ ചെല്ലണമല്ലോ. കറക്കാൻ ചെല്ലുമ്പോഴുള്ള കാഴ്ച എന്തിട്ടാ, പശു കിടക്കുന്നത് ഈ മൂത്രം ചാണം ഒക്കെ കൂടി കലർന്നിട്ടുള്ള എല്ലാം കൂടിയിട്ടുള്ള സ്ഥലത്താണ് കിടക്കുന്നത്. പശു കിടക്കണോടത്ത് ഈ സ്ലോപ്പ് ഒന്നും ഉണ്ടാവില്ലേ? കംപ്ലീറ്റ് എങ്ങോട്ടൊക്കെ സ്ലോപ്പ് എന്ന് അറിയില്ല. ഇവിടെ തൊഴുത്ത് മുഴുവൻ ചാണം മൂത്രം നിറഞ്ഞിട്ട് പശു ആകെ അതിൽ കുളിച്ച് വാലൊക്കെ തിങ്ങില്ലേ കിടന്നിട്ട് വാലോണ്ട് ഇതിങ്ങനെ ഒരടി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 10 ദിവസം കുളിച്ചവരെ പൂല മേത്തുകൊണ്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇതിലായി. തൊഴുത്ത് ഈ പണന്തപ്പോൾ അതിട്ടിട്ട് ആ ഭാഗത്തായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തൊരു ചെയ്തെന്ന് പറയും, ഞാനല്ല ചേട്ടനും ഷാജൻ ചേട്ടനും കൂടിയിട്ട് എന്തൊരു ചെയ്തെന്ന് ചെറിയോ തൊഴുത്തിലേ. കാരണം ഈ വെള്ളം പോകാനായിട്ടൊരു വഴിയില്ല. ഞങ്ങൾ മറ്റേ ഇതില്ലേ മറ്റേ വെട്ടാറുളിയും ഇതും എടുത്ത് കൊണ്ടിട്ട് ചിറ്റിയൊക്കെ എടുത്ത് കൊണ്ടിട്ട് ഞങ്ങൾ ഈ കെട്ടി കിടക്കുന്ന സ്ഥലമല്ലേ അവിടെ നിന്ന് ഇങ്ങനെ ചാലുകൾ പണിത് തുടങ്ങി. ചാലുകൾ പണിത് അതിൽ തൊഴുത്തിൽ മുഴുവൻ ചാലുകളായി. ഇത് നമ്മൾ ഈ തെക്കേ അമേരിക്കയുടെ ഭൂപടം കാണുമ്പോൾ ഈ മോളിൽ നോക്കുമ്പോൾ ആമസോണിൻ്റെ കൈവഴികളൊക്കെ വലിയ ആമസോൺ ഇങ്ങനെ ഉണ്ട്. അവിടെ നിന്ന് കൈവഴികളൊക്കെ മുകളിൽ കാണില്ലേ, അതുപോലെ ഇട്ടു ഈ വെള്ളം കൊണ്ട് ഞങ്ങളുടെ തൊഴുത്തിന് വെള്ളം ഒരു പ്രത്യേകത. നമ്മുടെ തൊഴുത്തിൽ സരിതയ്ക്കറിയാം. സരിത കുറെ കല്യാണം കഴിഞ്ഞ വന്ന ടൈമിൽ ഈ തൊഴുത്തടിച്ച് കഴുകുമ്പോൾ എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മീതെ ഒരു കോൺക്രീറ്റ് പറ്റില്ലല്ലോ അന്ന്. ഇല്ല, നമുക്കതിനെ കുറിച്ച് അറിയില്ല. നല്ല കനത്തിൽ അവിടെ കനത്തിലിട്ടിട്ട് ഇങ്ങോട്ട് സ്ലോപ്പ് കൊടുക്കേണ്ടി വന്നു. അങ്ങനത്തെ ഒരു ആ തൊഴുത്ത് ഇപ്പോഴും കാണുമ്പോൾ ഞാനിപ്പോഴും നാരായണേട്ടനെ ഓർക്കും എപ്പോഴും. ചാലുകള് അങ്ങനത്തെ ഒരു തൊഴുത്ത്. അല്ല, വെടിക്കെട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ വെടിക്കെട്ടിനെ കുറിച്ച് എനിക്കറിയില്ല, പക്ഷെ നാരായണനെ കുറിച്ച് അറിയാം. പക്ഷെ നാരായണേട്ടനാണ് നമ്മുടെ വീടൊക്കെ പണിത് അന്നത്തെ ഇതില് ഭയങ്കര ഫാസ്റ്റ്. സ്ലോപ്പ് നിങ്ങൾ അങ്ങോട്ട് ഇടാൻ പറഞ്ഞില്ലേ, അപ്പൊ ആൾക്ക് ദേഷ്യം വന്നു. അപ്പൊ ആളെന്ത് ചെയ്ത് ഇങ്ങോട്ട് സ്ലോപ്പ് ആക്കി. ഒന്നും മിണ്ടാട്ടിരുന്ന ഇയാൾ കറക്റ്റ് ആയിട്ട് പണിത് തന്നെ. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരാല്ലേ, ശരിയാക്കിരാ. അങ്ങനെ സംഭവം ഉണ്ടായിട്ടാ. കാലം എത്ര കഴിഞ്ഞു പറയാം. 1970-80 കാര്യമൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ വറുത്ത് ഇതാവണം. ആദ്യം ഒന്ന് മറിച്ചിട്ടല്ലേ ഇത് വെറുതെ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ചിക്കൻ. നമ്മുടെ ഇതിൻ്റെ കൂട്ട് അടിപൊളിയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല, അതൊരു അതില്ലാണ്ടുള്ള അല്ല, നമ്മൾ വെറുതെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വറുത്തിട്ട് അതാണ് രസം, ഏറ്റവും ടേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇല്ലാണ്ട് ഇതിൽ പറഞ്ഞ പോലെ ഇഞ്ചി ഇല്ലല്ലേ. ഇഞ്ചി ഇല്ല, മല്ലിയില്ല, പുതിനയില്ല, വേപ്പിലില്ല. അതാണ് ബിരിയാണിയിൽ വ്യത്യസ്തമാക്കുന്നത്. ബിരിയാണിക്ക് മല്ലിയിലും പുതിനയിലും ഇല്ലാത്ത കേസില്ലല്ലോ. വ്യത്യസ്തനായൊരു ബാർബലാം ബാലനെ സത്യത്തിലാരും. മൂടി വയ്ക്കാം നമുക്ക് ഇതിന്, കാരണം ഇതിന് വേറെ വേവില്ല നമുക്ക്. അപ്പോൾ ഇതിന് മൂടി എടുത്തോണ്ടേ തീ ഒരു മീഡിയം ലെവലിൽ ഇട്ടാൽ മതി. മൂടി വെച്ച് കഴിഞ്ഞാൽ വേവലും ഉള്ളിലേക്ക് വേവ് കയറില്ല പെട്ടെന്ന്. അല്ലെങ്കിൽ തോന്നുന്നുണ്ട് ഒരു മഴക്കാരുണ്ട്. ഞാനതിൽ ആ വെടിക്കെട്ടിൽ 52 വയസ്സായിട്ടുള്ളൊരു അമ്മ, അല്ല 52 അല്ല, കുറേ പ്രായമായിട്ടുള്ളൊരു അമ്മ ഈ പടക്കം ഉണ്ടാക്കുന്നുണ്ടാ, പടക്കം ചിരിക്കുന്നുണ്ടാ. 52 കൊല്ലായിന്ന് അതിലുണ്ടായി. ഇല്ലില്ലേ. പിന്നെ ഈ കൊല്ലം വെടിക്കെട്ടുണ്ടാവില്ല അല്ലേ തൃശ്ശൂർ പൂരത്തിന്? ഇന്നിപ്പോൾ തീരുമാനമാവില്ലോ. നമുക്കേ ഇപ്പുറത്തെ അടുപ്പിൽ, ഇത് വലിയ അടുപ്പാണ്, ഇത് ഇപ്പുറത്തെ അരി വേവിക്കാൻ വയ്ക്കാം. അപ്പം ചിക്കൻ ഇപ്പുറത്തേക്ക് നോട്ടെ. അവിടെ ചിക്കൻ ഒരു മിനിറ്റ് കേട്ടോ, ചിക്കൻ ഫ്രൈ ആയി വരുന്നു കേട്ടോ. മൂടി വെച്ചാൽ വേഗം ആവും. കറക്റ്റ് വെള്ളം വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണേ കേട്ടാ. എത്രത്തോളം ശരിയാവും എന്നുള്ളത് അറിയില്ല. അരിയുടെ ഇരട്ടി വെള്ളം വേണം. 3 കപ്പ് അരി എടുത്തിട്ടുള്ള കാരണം കൊണ്ട് 6 കപ്പ് വെള്ളം ഒഴിക്കാം. അതിൽ പൊളിയാൻ പാടില്ല. അതെ, പൊളിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. വേവ് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, വെന്താ മതി അല്ലേ. അതന്നെ 2 റിസ്കണത് ഈ പരിപാടി. 3 4 5 6 ഇതാ അകത്ത് കൊണ്ട് വയ്ക്കേണ്ടി വരും തിളയ്ക്കാൻ. വേഗാവും, നല്ല കാറ്റില്ലേ തീക്ക്. ഈ വെള്ളത്തിൽ ഓൾ സ്പൈസസ് ഇടണം. അതായത് ബേ ലീഫ് 3 എണ്ണം, കറുവപ്പട്ട, ഗ്രാമ്പൂ 3 എണ്ണം, 3 ഏലക്കായ, പെരിഞ്ജീരകം, നല്ല ജീരകം,
പിന്നെ കുരുമുളക്, മുഴുവൻമല്ലി, ഇത്രയും സാധനങ്ങൾ ഇതിലിടണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത്. ഇത് ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ. ഇത് വാങ്ങിക്കാൻ കിട്ടും. അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാം. ഇത് 2 തക്കാളി മിക്സിയിൽ അടിച്ചു. എന്നിട്ട് അതിനെ നന്നായിട്ട് അരിപ്പയിൽ അരിച്ചെടുത്തു. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. അതിൽ കുറച്ച് ഉപ്പും ഒരു തരി മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വെള്ളം വറ്റിച്ച് കുറുക്കിയെടുക്കുക. അപ്പം അത് ഇത്രയ്ക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇനിയുള്ളത് മാഗി ചിക്കൻ ക്യൂബ് എന്നല്ലേ പറയാ. അത് ഇടണം. ഇതാണ് ഈ സാധനം കേട്ടാ. ഇതുകൊണ്ട് ഇങ്ങനെ വെറുതെ അതായത് കിടന്ന അരിയും 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി തിളക്കട്ടെ. ഉപ്പിടണം. ഉപ്പിടുക. സൺഫ്ലവർ ഓയിൽ കേട്ടാ 1 ടീസ്പൂൺ. അത് പോരാ, കുഞ്ഞു സ്പൂണാണ്. ഓക്കെ, മൂടി വയ്ക്കുന്നു. നമുക്ക് അരിയിൽ ഊറ്റിയിട്ട് വെള്ളം മാറ്റി വയ്ക്കാം. ഞാൻ അത് എടുക്കാൻ പോവാ. ചിക്കൻ വെന്തുണ്ടാവും. ഇതിൻ്റെ വെള്ളം ഊറ്റി കളയുന്നു കേട്ടാ. മസാല ഉണ്ടല്ലോ ചെറുതിൽ, കുഴപ്പമില്ലല്ലേ അല്ലേ? മസാല ഇല്ലല്ലേ? അടുത്ത സ്റ്റെപ്പ് വയ്ക്കണം. ചിക്കൻ പരമാവധി വെള്ളം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ വാല വെച്ചിട്ടുണ്ട്. പക്ഷെ ഉപ്പിട്ടിട്ട് നമ്മൾ വെച്ചതല്ല. അപ്പം ഇങ്ങനെയല്ല അതിൽ നിന്നുള്ള വെള്ളം വന്ന് വരും. ഞാവട്ടെ, മൂടി വെച്ചോ. വേവും ശരിക്കും മൂടി വയ്ക്കും. അരിയുടെ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. നമ്മുടെ വെള്ളം തിളച്ചു കേട്ടാ. എനിക്ക് അരി ഇടുന്നു കേട്ടാ. ഉപ്പ് നോക്കണം കേട്ടോ നമ്മൾ. ഉപ്പ് രണ്ടാമത് വെച്ചാൽ ചിക്കൻ വെന്തുണ്ട്. ഉപ്പ് നോക്കി, ഉപ്പുണ്ട്. മാഗി ക്യൂബില്ലേ, അതിൽ ഉപ്പുണ്ടാവും കേട്ടോ. അപ്പം ശ്രദ്ധിച്ച് ഉപ്പിട്ടാൽ മതി. നമ്മുടെ ഈ അരിയുടെ വീണ്ടും തലയിലേക്ക് വന്ന് തുടങ്ങിയിട്ടാ. ഏകദേശം അരിയും വെള്ളം ഏകദേശം സമമായി തുടങ്ങി. മൂടി വയ്ക്കുക തന്നെയല്ലേ? മൂടി വയ്ക്കുക കേട്ടോ. നമുക്ക് ഈ ചിക്കൻ എടുക്കാൻ തരുതേ. നമ്മുടെ ഈ ചിക്കനായിട്ടാ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഒരു മന്തിക്ക് എത്ര വിലയുണ്ട് ഇപ്പോൾ ഹോട്ടലുകളിൽ? ഇതുവരെ ഹോട്ടലിൽ പോയിട്ട് മന്തി കഴിച്ചിട്ടില്ല. അതായത് കംപ്ലീറ്റ് വറുത്ത് കോരി വെച്ചിട്ടാ. ഇനി ഇതേ ഓയിലിലേക്ക് ഒരു 3/4 സബോള ഇങ്ങനെ ഇതുപോലെ ക്യൂബ് പോലെ കട്ട് ചെയ്തത്, അല്ല ഇങ്ങനെ ചതുരത്തിൽ സ്ക്വയറായിട്ട് ഇട്ടാ. അതുപോലെ തക്കാളി, പിന്നെ ക്യാപ്സിക്കം, ഒരു പകുതി ക്യാപ്സിക്കം. ഈ ഓയിലൊന്ന് വഴറ്റാം. നമ്മളിത് മൂടി വെച്ചപ്പോൾ വേണ്ട ഇങ്ങനെ കണ്ട അരി കട്ട് ചെയ്ത് തുടങ്ങിയിട്ടാ. കറക്റ്റ് വേവനെയായിരിക്കണം കേട്ടോ. വേവിലാണ് ഇതിൻ്റെ കളി കിടക്കുന്നത്. വെള്ളം വറ്റലും വേവലും. ഉപ്പ് കറക്റ്റാ കണ്ട. അത് വാടിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഭയങ്കരമായിട്ട് വാടണ്ട, എന്നാലും ഒരു ലെവലിൽ. ഇതിപ്പോൾ കണ്ട ചോറ് ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്ക് തീ കുറയ്ക്കാം കേട്ടോ. ഇനി മെല്ലെ പറ്റി ചോറായാൽ മതി. പെട്ടെന്ന് വെള്ളം പറ്റി കഴിഞ്ഞാലേ അരി വേവൂല, നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് എത്തൂല. തീ ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. സിമ്മിലേക്ക് ഇട്ടുണ്ട്. ഇതായി അപ്പോൾ ഈ ചിക്കനിലേക്ക് ഇരുന്നു കേട്ടോ. ഇത് മിക്സ് ചെയ്യാം. അയ്യോ നമ്മുടെ പാത്രം ചെറുതാണ്, കുഴപ്പമില്ല. അതിനെ കോരിയിട്ടേ പിന്നെ മൊത്തത്തിൽ കോരിട്ട് ഇരിക്കി ഇട്ട് വെച്ചു. അരി വേവുമ്പോൾ മതി. വെറുതെ ഒരു മിക്സിങ് കേട്ടാ. ഇനി നമുക്ക് ഈ ഇതാണ്ട് നമ്മുടെ പാത്രത്തിൽ ഞാൻ കോരിയെടുക്കാം. ഇത് മാറ്റി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ അതിലിരുന്നിട്ട് കരിയുണ്ടാന്ന് വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുന്നത് കേട്ടോ. പിന്നെ അതിൽ ആവശ്യമില്ലാത്ത ഓയിലൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ യാത്രയിൽ ചെല്ലണ്ട. അതിന് നമുക്ക് വേണ്ട. ഒരു കുക്കുംബർ പൊട്ടിച്ചു വേണം കേട്ടോ. അത് ഭയങ്കര കയ്പാ, വായിൽ വയ്ക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മുടെ കുക്കുംബറാണ് കേട്ടോ. ആള് മരം ഒടിഞ്ഞതിൻ്റെ കയ്യിൽ നിന്ന് ഈ കുക്കുംബറില്ലേ, അല്ല ഞാൻ അവിടെ കൊണ്ടതാണ്. വായിൽ തൊട്ട് കഴിഞ്ഞാൽ കയ്പാ. അപ്പോൾ ഇതൊന്ന് വെറുതെ കഴുകിയിട്ട് നമുക്ക് സർലാസ് ഉണ്ടാക്കാനുണ്ടാ. സർലാസ് അല്ല എനിക്ക് വേണ്ട, ഒരു ചമ്മന്തികളും തേങ്ങയും വാങ്ങിക്കാൻ വേണ്ടത്. ടൊമാറ്റോ അതുണ്ടാക്കണമെന്നില്ലേ ഞാനൊരു. ഇതിൻ്റെ തൊലി അടക്കം തിന്നാട്ടാ. നമ്മുടെ
അരി ഇപ്പോൾ വേവും ഒരു 5 മിനിറ്റ് കൂടി ഇടുന്ന കഴിഞ്ഞാൽ വേവും. നല്ല കറക്റ്റായിട്ട് ആ വെള്ളം പറ്റിനോട് കൂടിയിട്ട് വേവും. ഇതേ നമുക്ക് ഇത് നമ്മുടെ കുക്കുംബർ തന്നെയല്ലേ, പിന്നെ ഒന്നും ഞാൻ കളയുന്നില്ല. കുരുടക്ക ഇടാൻ പോവുക. കുരു വേണ്ട, കാരണം മൂത്തതാ. 3-4 കുക്കുംബർ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ തിന്നു. നമ്മുടെ സർലാസ് ഉണ്ടാക്കാൻ നമ്മുടെ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പച്ചമുളക്, സവാള, നമ്മുടെ കുക്കുംബറൊക്കെ. അയ്യോ പുറത്തേക്ക് പോകണം. കുറച്ച് ഉപ്പിട്ടെ, ഉപ്പിടണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഉപ്പിടേണ്ടി വരും, കാരണം തൈര് നമ്മുടെ തൈരായ കാരണം നല്ല പുളി ഉണ്ടാവും. ഉപ്പിടാം, നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. അത് കഴിഞ്ഞു സർലാസ് ഉണ്ടാക്കിയത്. അതൊക്കെ കഴിയും. വേറെ ഇതിന് ഗ്രേവി ഒന്നും ഇല്ലല്ലോ അല്ലേ കഴിക്കാൻ. അപ്പോൾ നമ്മൾ ചോറ് ഇതേണ്ട വറ്റി ഇതായിട്ടാകണ്ട, കറക്റ്റ് വെന്തിന് കേട്ടാ. ഒരു പൊടിക്ക് അങ്ങോട്ടോ ഒരു പൊടിക്ക് ഇങ്ങോട്ടോ ഇല്ല കേട്ടാ. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പരിപാടിയിലേക്കാണ്ട് പോവാം. ഇതല്ല ചിക്കനല്ല അതിൻ്റെ, അതെനിക്കറിയില്ല. ഞാൻ ചേട്ടൻ്റെ ഇഷ്ടത്തിന് ചെയ്തോ. നമ്മുടെ ഈ ചിക്കൻ ഇതിൻ്റെ മുകളിലിടുന്നു കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യാൻ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചോറ് അപാര ടേസ്റ്റാണ്. തിന്ന് നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകല്ലേ? ഉപ്പ് കറക്റ്റാണ്. ഇതായിട്ട് അങ്ങനെ ഇട്ടു. നമ്മുടെ ഈ സബോള അടിയിലിടണ്ടായിരുന്നു. ഈ കണ്ടമാന സബോള ഇഞ്ചി കുഴപ്പമില്ലല്ലേ, അങ്ങനെ കിടക്കട്ടെ. കുറച്ച് സബോള ഇട്ടിട്ട് ചിക്കൻ ഇട്ടിട്ട് കുറച്ച് സബോള മുള്ളിടായിരുന്നു അല്ലേ? അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോട്ടാ. ഇപ്പം ഞങ്ങൾക്ക് പിഴവ് പറ്റി. പിഴവൊന്നും പറയില്ല, കാര്യത്തിൽ മാത്രം ഒരു കൺഫ്യൂഷൻ വന്നിട്ട് എങ്ങനെയാണ്. നമ്മുടെ അണ്ടിപ്പരിപ്പ്, ഇതിൽ മല്ലിയിലും പുതിനയിലും ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണി ഇല്ലേ? നമ്മുടെ അല്ല എന്നാലും റൈസിലൊക്കെ ടേസ്റ്റിൽ മാറ്റല്ലേ? കഴിച്ചു നോക്കിയപ്പോ പോലെയല്ലല്ലോ. വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു കനലില്ലേ, കനൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പിഞ്ഞാണം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെറുതെ വയ്ക്കുന്നു കേട്ടോ. എന്നിട്ട് ഈ കനൽ ഒരു തരി മതി, അത് ഇരിക്കി വയ്ക്കുന്നു. അതുകൊണ്ട് ഓയിലെടുക്ക്. ഏത് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചാൽ മതിയാ? നേരെ പോയി ഒരു പൊട്ട് ഓയിൽ ഒഴിക്കട്ടോ. പുക വരുമോ നോക്കട്ടെ. വേമിക്ക് കമത്തേക്ക് മൂടിയിരിക്കുന്നു കേട്ടോ. പോക്കാൻ കിടന്ന് അറിയട്ടെ. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യല്ലേ, ഇനി തീ എൻ്റെ ആവശ്യമില്ല. തീ സിമ്മിലേക്ക് ചെറിയ സിമ്മിലുണ്ട് കേട്ടോ. അതിന് തീ ഏറ്റവും തീ കുറവില് മതി. ആകെ പുക നിറഞ്ഞതില് തീ കെടുത്തിടണ. ഇപ്പൊ ജാതി പുക മണാവോ? ഭയങ്കര പുക മണാവോ? മന്തിക്ക് ഒരു മണല്ലേ എൻ്റെ കഴിഞ്ഞ പരിപാടി. ഇടാ എന്തായി നിങ്ങളെ? വാ നമുക്ക് ഒരു മിനിറ്റ് അവരെ എത്തി പോയിട്ട് വരാം. നമ്മുടെ സാധനം സെറ്റായിട്ടാ അവരെന്താക്കിയത്. നല്ല ഭംഗിയായി കേട്ടാ. നോക്കിയേ, കള്ളി വരച്ചിട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്കുമ്പോൾ കണ്ണ് പറ്റിച്ച കേട്ടാ. എന്തൊരു ഭംഗിയൊക്കെയാണ് നോക്കിയേ. ഉള്ളിൽ നോക്കിയാൽ വൈറ്റ് അടിച്ചിട്ട് നോക്കിയേ. നമ്മുടെ ഉള്ളിൽ ഈ കളറിന് വിചാരിച്ചാൽ ആ കളർ അടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു എടുപ്പ് കാണിക്കില്ലേ. ഇപ്പോൾ നല്ല വെള്ള, ഇപ്പോൾ നല്ല മനോഹരമാക്കി വരും. അവസാനം എനിക്ക് പണിയിലാണ് അല്ലേ. നമ്മുടെ സാധനം റെഡി ആയി പറയായിട്ട് അതേ ഇപ്പുറത്ത് ഒരു പെയിൻ്റ് അടിക്കുന്നു. അടിപൊളി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടാ. അല്ല മന്തി പുക അടിപ്പിക്കാൻ വെച്ചോക്കാം. അതിന് ഒരു ഭയങ്കര പണിച്ചാ. എന്തോരം പണി അതിന്. കഴിയില്ലേ പണി. പാത്രങ്ങളാണെങ്കിൽ ഒരു 10,000 പാത്രം വേണം. നമ്മുടെ സിമ്മിലിട്ട തീ ഓഫ് ചെയ്യുന്നു കേട്ടോ. ഇതൊന്നും ചെയ്യാല്ലേ ഇനി നമുക്ക്. അപ്പോൾ നമ്മുടെ ഇത് ഇവിടേക്ക് വെച്ചു കേട്ടാ. വാടാ പിള്ളേരുകളെ, വരീനടാ, കയറി വാടാ മക്കളെ. പ്ലേറ്റ് വിടുക, വിളമ്പാം നമുക്ക്. ബോഫിയൊന്നും വേണ്ട. നമ്മൾ തുറക്കാൻ പോകണം കേട്ടാ. ചൂടുണ്ടത്. ഇത് സരിത കുത്തി മറക്കണത്. ഇതിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ എടുത്തോ. ഇത് മറ്റേ റീൽസ് കണ്ടിട്ടുള്ളത് പറഞ്ഞ ഫ്രൈഡ് ചിക്കൻ മന്തി. അവന് സർലാസ് വിളമ്പി എടുക്കും. സർലാസ് അവിടെ സർലാസ് കഴിച്ചോളില്ലേ, എടുത്തോളില്ലേ. വിളമ്പി കൊടുക്കും. സർലാസ് ആയിരിക്കും വിളമ്പി കൊടുക്കുക. ഇല്ല ഇല്ല, ഞങ്ങളൊക്കെ കഴിക്കും. ഞങ്ങൾക്കൊക്കെ വിശക്കുണ്ട്. എല്ലാവർക്കും വിശക്കുണ്ട്. നിങ്ങളെ നോക്കി നിക്കില്ല ഇന്നലത്തെ പോലെ. കുറച്ചീശായിട്ട് വിളമ്പിട്ടുള്ളോ? ആവശ്യത്തിന് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. ജഗുവിന് ചിക്കൻ കഴിക്കില്ലേ ജഗു? അതെ പറയാൻ പറ്റില്ലേ.
ഞങ്ങൾ സർലാസാണ് ഇതിലേക്ക് ആക്കുന്നത് കേട്ടോ. ഈ മയണൈസും ഈ ചമ്മന്തിക്കിന് വേണ്ടത് പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കി. മൈക്ക് അവിടെ ഭയങ്കരമായിട്ട് ആലോചിക്കണ്ടല്ലോ. വെള്ളം തണുത്ത വെള്ളം അതിൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ മതി. എന്താ നിനക്ക് ഇഷ്ടമല്ലേ തോന്നുന്നു ജഗ്ഗുന്? നല്ല രസമുണ്ട് കേട്ടാ. മന്തിയുടെ ടേസ്റ്റ് എന്തുട്ടാന്ന് അറിയാത്ത ആരോണ്ട് എനിക്കറിയില്ല. നമ്മളിവിടെ ഉണ്ടാക്കിയത് കഴിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ വേറെ കഴിച്ചിട്ടില്ല, പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. ജഗ്ഗു പറയാ എങ്ങനെയുണ്ടെന്ന്. ജഗ്ഗുന് ഫ്ലേവർ വന്നില്ല എന്ന് പറഞ്ഞേ, മന്തിയുടെ ഫ്ലേവർ വന്നിട്ടില്ലാന്ന്. ഇവ പിന്നെ അവര് ചേട്ടന്മാരെ പിള്ളേരെ കൂടെ പുറത്ത് പോയിട്ട് കഴിക്കാറുണ്ട്, അത് ഇവനറിയാം. ഹോട്ടൽ മന്തി, ഹോട്ടൽ മന്തി. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. അങ്ങനെ മഹേഷ് ജീവിയും പണി കഴിഞ്ഞ് പോയി. നിങ്ങൾ കണ്ടില്ലല്ലോ ഈ സാധനം. ദൈവമേ, എൻ്റെ കണ്ണ് പെടുന്നതുകൊണ്ട് ഇതിനൊരു ഭംഗി നോക്ക്. സരിതപ്പ തുടച്ച് വൃത്തിയാക്കി കടക്കണോടത്ത് ഒരു ചവിട്ടിയിട്ടു. കണ്ട ഇവിടെ ചവിട്ടിയിട്ടു. ഇതൊക്കെ ഒരു പുട്ടി ആക്കി നല്ല ഭംഗിയായി. ഇത്രയും മനോഹരമായ സ്ഥലം നമ്മുടെ, അതായത് എനിക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിനേക്കാളും ഭംഗി ഇപ്പോൾ തോന്നുന്നത് ഇവിടെയാണ്. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയായിട്ട്. അപ്പോൾ ഇതിൻ്റെ ചിലവ് പറയാട്ടാ. ചിലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പണിയാണ് ഞാൻ ചിലവ് പറയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇത് കണ്ടിട്ട് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതപ്പോഴത്തെ ഒരെണ്ണം പണിയെന്ന് പറഞ്ഞിട്ട് വീടുകളിൽ 2-3 പേർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൊത്തം ചിലവ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പണിയാൻ ഉദ്ദേശിച്ചപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ കടപ്പ വിരിച്ചിട്ട് നമ്മളൊരു ഫ്രെയിം കൂട്ടിയിട്ട് ഈ ഇരുമ്പിൻ്റെ ആക്കിയിട്ട് വെറുതെ ഓടും മേഞ്ഞുള്ളൂ. ഈ 4 കാല് വെച്ചിട്ട് വേറെ ഒന്നും ചെയ്തില്ല. അതിന് ആകപ്പാടി വന്നിട്ടുള്ള 35,000 രൂപയാണ് ചിലവ്. ഈ ഫ്രെയിം കൂട്ടാനും പഴയ ഓടിന് 5,000 വരെ ഓട് വാങ്ങിച്ചു നമ്മൾ. അതിൻ്റെ പണിക്കൂലി എല്ലാം അടക്കം 35,000 രൂപയാണ് വന്നത്. പിന്നെ ഇപ്പോൾ നമ്മളിത് മാറ്റി ഇതിപ്പോൾ ചെരിഞ്ഞൂലോ, സാധനം ചെരിഞ്ഞപ്പോൾ പിന്നെ എല്ലാ ചിലവുകളും, അതായത് ഒറ്റ ട്രിപ്പല്ല, ഘട്ടം ഘട്ടമായിട്ടുള്ള ചിലവുകൾ മൊത്തം കൂടിയിട്ട് 85,000 രൂപ. അത് 35,000 രൂപയും പിന്നെ 50,000. നീ പറഞ്ഞ ഞാൻ കണക്ക് പറഞ്ഞുതരാട്ടാ. 50,000 രൂപയില്ലേ എവിടെന്ന് മുരളിയേട്ടന് ഇവര് വന്നിട്ട് ഇതിന്റെ ചുറ്റും ഇഷ്ടിക വാങ്ങിച്ചില്ലേ? അതായതേ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. 7,200 രൂപ വരെ ടൈലെടുത്തു ഇതിരിക്കിടാനായിട്ട്. കണക്ക് പറഞ്ഞുതരാം. 7,200. അതൊക്കെ എനിക്കറിയാം. ഞാൻ ടൈലിട്ടതുകൊണ്ട് 7,200 ടൈല്, 4,000 വരെ ഈ പ്ലാസ്റ്റർ, ഈ സാധനം ഒട്ടിക്കാനുള്ള സാധനം. പിന്നെ അവരെ പണിക്കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈൽ ഒട്ടിക്കാനുള്ള പണിക്കൂലി എന്ന് പറഞ്ഞാൽ 6,400 രൂപ. നമ്മളേത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല കേട്ടാ. കോൺക്രീറ്റ് നല്ല കനത്തിൽ ചെയ്യേണ്ടതായിരുന്നു. ചെയ്യാണ്ട് നമ്മള് കടപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ അടിയിൽ, മുകളിലിട്ടേക്കണേ. പിന്നെ അവരെ പണിക്കൂലി അത് കഴിഞ്ഞു. പിന്നെ ഈ നമ്മുടെ പെയിന്റ് 85,000 രൂപയിലും ഇതിന്റെ മെന കാണുമ്പോ ഇതിന് പിന്നെ ഒറ്റയടിക്കല്ല 85,000. കഴിഞ്ഞ മുന്നിലത്തെ കൊല്ലം 35,000 അല്ലേ? അങ്ങനെ പല പല ഘട്ടങ്ങളായിട്ടാണ് കഴിഞ്ഞ ഒരു കൊല്ലം മുന്നല്ല നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. എപ്പോഴാ? അതെ, ഒരു കൊല്ലം പോരല്ല, 2 കൊല്ലം 2-3 കൊല്ലം കഴിഞ്ഞു. ഒറ്റയടിക്ക് 85,000 പോയില്ല. അപ്പൊ പിന്നെ നമുക്ക് ഈ ഓട് പൊളിച്ച് ഇതൊക്കെ മേയാനും ചെരിച്ചിലും മാറ്റാനും ഒക്കെ ആയിട്ട് പിന്നെ ഇവരെ പെയിന്റ് പണി ആകെ മൊത്തം 2,000 രൂപ പെയിന്റ് എടുത്തു. പിന്നെ അവർ 2 ദിവസം പണിക്കൂലി 4,000 രൂപ. അപ്പോൾ 6,000 രൂപ അവർക്ക് അങ്ങനെ പോയി. പിന്നെ ലൈറ്റിന് ഒരു ലൈറ്റും ഫാനൊക്കെ, അത് അതിനധികം നിസ്സാരമായി പൈസ തന്നിട്ടുള്ള. പിന്നെ ഈ മുരളിയേട്ടൻ ഇവര് ഇഷ്ടികയ്ക്ക് പൈസ. ഇഷ്ടിക നമ്മൾ ഒരു 2 പ്രാവശ്യം എടുത്തു. ഇഷ്ടിക 10,000-7,000 വരെ. ഒരു ഇഷ്ടിക കെട്ടിട്ട് ഇത്ര വീതിയിലാ പണിയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളോ? അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും കെട്ടല്ലേ, അപ്പൊ ഇത്തിരി വീതി കൂട്ടിയിട്ട് തിണ്ണ കെട്ടി കഴിഞ്ഞാൽ ഇനി ഇരിക്കാനും നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അത് ഞാനാട്ടാ പറഞ്ഞത്. അപ്പൊ ഇഷ്ടിക 2 പ്രാവശ്യം വാങ്ങിച്ചു. അതിന്റെ സിമെന്റ്, മെറ്റല്, മണല് എല്ലാം കൂടിയിട്ട് ഒക്കെ കൂടിയിട്ട് പിന്നെ മുരളിയേട്ടനും മറ്റേ സായില്ലേ, അവർ 2-3 പണി വന്നു. 3 പ്രാവശ്യം പണിതു. ചെത്തി തയ്ക്കാനും എല്ലാത്തിനും കെട്ടാനും ഒക്കെ ആയിട്ട് 3 പണി വന്നു.
അങ്ങനെ മൊത്തം നമുക്ക് വന്നിട്ടുള്ള ചിലവ് 85,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് കാണാനല്ലേ. ഇനി നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുക. നമ്മുടെ വീട്ടിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇതായി മാറിയിരിക്കുന്നു. വീടിൻ്റെ അകത്തിനേക്കാളും ഇതിനേക്കാളും ഞാനിവിടെ വന്നിരുന്നത് ഈ ഫാൻ ഇട്ടിരിക്കും, അവിടെ ചെന്നിരിക്കും കേട്ടോ. അതും ബെസ്റ്റ് സ്ഥലമാണ്. അത് മരങ്ങളൊക്കെ ഒന്ന് വലുതാവണം. അപ്പൊ ഇവിടെ ഇത്തിരി സുഖം ഉണ്ടാവും. എന്തൊരു നല്ല കാറ്റത്തിരിക്കാൻ കുഴപ്പമില്ല, ചൂട് അങ്ങനെ അറിയണില്ല. പക്ഷെ എന്നാലും മരങ്ങൾ വലുതായി കഴിഞ്ഞാൽ ഒന്നുകൂടി സുഖവും. സൂപ്പറായി. പിന്നെ ഈ ചെടികള് കുറച്ച് പൂച്ചെടികള് പൂക്കള് ഇവിടെയും വേണം. പിന്നെ ഇത് പടർത്തി വിടണമെന്നുണ്ട് എനിക്ക്. മണി പ്ലാന്റ് ഈ 4 തൂണുമേ കൂടിയും ഇങ്ങനെ അങ്ങനെ എനിക്കൊരാഗ്രഹമുണ്ട്. ഇവിടെ ഇങ്ങനെ ചട്ടികൾ തൂക്കിടാൻ എനിക്ക് ഇഷ്ടമില്ല. അത് ഇഷ്ടമില്ല ചട്ടികൾ തൂക്കിടാൻ. ഇനി മഴ പെയ്യുമ്പോ ഇവിടുത്തെ ഭംഗി അറിയാം കേട്ടാ. അപ്പൊ സംഗതി സൂപ്പറായിട്ടാ.